ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് എങ്ങനെ ലോഞ്ച് ആക്സസ് ചെയ്യാനുള്ളത്. അത് പലപ്പോഴും അതിന്റെ ക്രൈറ്റീരിയ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള ബെസ്റ്റ് ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഇതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ വിസ എയർപോർട്ട് കമ്പനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോഗിന് സൈനപ്പ് ചെയ്യുക. മാസ്റ്റർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ട്രാവൽ പാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വിസ ഉപയോഗിച്ചിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ലോഗിൻ ചെയ്തു. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഏരിയ ഒക്കെ സെലക്ട് ചെയ്ത്, അതായത് നിങ്ങളുടെ കൺട്രിയോ നിങ്ങളുടെ റീജിയനോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ ഞാൻ ഓൾറെഡി കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പേജിലേക്ക് വരിക. അപ്പോൾ എനിക്കിവിടെ കാണാം അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് എനിക്കുള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ബൈ ഡിഫോൾട്ടായിട്ട് സെർച്ചിൽ പോയിട്ട് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ടെർമിനലും ലോഞ്ചസും നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചി എയർപോർട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കൊച്ചി സെർച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊച്ചിയിൽ 2 ലോഞ്ചസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ലോഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോഞ്ച് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് കാണിക്കും. ഞാൻ ടെർമിനൽ 3 ഇൻ്റർനാഷണൽ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്ത് ലോഞ്ച് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോഞ്ചിൽ എനിക്ക് ആക്സസ് ഉണ്ട്. മെമ്പർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കാണാം. ഇതിനകത്ത് QR കോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എയർപോർട്ടിൻ്റെ ലോഞ്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേറെ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ എയർപോർട്ടിൽ പോവാതെയോ ക്യൂവിൽ നിൽക്കാതെയോ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് അറിയാം. നിങ്ങൾ പാരന്റ്സോ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത്തരം ഓപ്ഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.